US പ്രസിഡന്റിന് അമിത അധികാരങ്ങൾ നിയന്ത്രിക്കാൻ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി. ഗ്രീൻലൻഡ് അധിനിവേശ വിഷയത്തിൽ എതിർപ്പുമായി ചില റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ രംഗത്ത് എത്തി. നേരത്തെ ട്രംപിനെതിരായ സെനറ്റിലെ പ്രമേയത്തെ അനുകൂലിച്ച് 5 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വോട്ട് ചെയ്തിരുന്നു. അധിക താരിഫ് ചുമത്താനുള്ള അധികാരം നിയന്ത്രിക്കുകയാണ് പ്രതിനിധികളുടെ ലക്ഷ്യം. മൃഗങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, എന്തായാലും ഈ US പ്രസിഡന്റിന് അമിത അധികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നീക്കം അത് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? തീർച്ചയായും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നീക്കം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഗൗരവതരമായ ഒരു വിഷയം അതിന് പിന്നിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പല വിഷയങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടി MP-മാർക്ക് അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് എതിരായ രീതിയിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നൊരു വ്യക്തിപരമായ അമർഷം അദ്ദേഹത്തോട് അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ളൊരു താല്പര്യമുണ്ട് എങ്കിൽ കൂടി മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് സെനറ്റിലെ അംഗങ്ങൾ ട്രംപിന്റെ ഗ്രീൻലാൻഡ് കയ്യേറാനുള്ള അല്ലെങ്കിൽ ഗ്രീൻലാൻഡിനെ കൈവശപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ അതല്ലെങ്കിൽ ടെറിട്ടറി വികസിപ്പിക്കുന്നതിന് വിശാലമായി തങ്ങളുടെ ഏരിയ വികസിപ്പിക്കുന്നതിനുള്ള നീക്കത്തിനെതിരായ കൃത്യമായ നിലപാടുമായി രംഗത്തെത്തിയത്. അത്തരത്തിലൊരു നിലപാടിൻ്റെ ഭാഗമായി റിപ്പബ്ലിക്കൻ അംഗങ്ങളിൽ 5 പേർ വോട്ട് ചെയ്യുക പോലും ചെയ്തു ട്രംപിനെതിരായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി. സമാന രീതിയിലുള്ള നീക്കം കുറെ കൂടി കടുപ്പിക്കാനുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ടോം ടെലീസൊക്കെ കൃത്യമായി, അതായത് നോർത്ത് കരോളിനയിൽ നിന്നുള്ള സെനറ്റ് അംഗം ടോം ടെലീസ് വളരെ കൃത്യമായി അത് പറയുകയും ചെയ്തു. അതായത് ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക അധികാരങ്ങൾ, അതായത് നമുക്കറിയാവുന്നതാണ് വലിയ തോതിലുള്ള താരിഫ് ചുമത്തുന്ന നീക്കങ്ങളുണ്ട്. അന്താരാഷ്ട്ര സാമ്പത്തിക എമർജൻസി നിയമപ്രകാരമുള്ള താരിഫ് ചുമത്താനുള്ള അധികാരം ട്രംപിനുണ്ടോ എന്ന ചോദ്യം സുപ്രീം കോടതിയിൽ പോലും വന്നിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലെല്ലാം തന്നെ അത് നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ഈ അധിനിവേശത്തിനുള്ള നീക്കങ്ങൾ, അതായത് ഗ്രീൻലാൻഡ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കടന്നു കയറാനുള്ള നീക്കങ്ങളെ നിയന്ത്രിക്കുക, അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും അത് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ട്രംപിനെ നിയന്ത്രിക്കുക, നമ്മൾ പറഞ്ഞതുപോലെ ട്രംപിനെ ഒരു മൂക്കുകയറിടാനുള്ളൊരു നീക്കം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ അത് സംബന്ധിച്ച കൃത്യമായ സൂചന സെനറ്റിലെ ഒരു അനൗദ്യോഗിക പ്രമേയത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇത്തരത്തിലുള്ള തുടർച്ചയായ നീക്കങ്ങൾ ട്രംപിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ പല കാര്യങ്ങളിലും എടുക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയായി നിലനിൽക്കുമ്പോൾ ഗൗരവതരമായ ഒരു വിഷയമായി അത് പരിണമിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ട്രംപിന് വലിയൊരു ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി അതേ ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ നടത്താൻ തങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടതില്ല എന്ന ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ US പാർലമെന്റിന്റെ കൃത്യമായ ഒരു നിലപാടിൻ്റെ കൂടി ഭാഗമായാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നീക്കങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ലോകത്ത് മുഴുവൻ എതിർപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, 11 പാർലമെന്റ് അംഗങ്ങൾ ചേർന്ന് ഈ അധിക താരിഫ് ചുമത്തുന്ന ഭാരതത്തിനുൾപ്പെടെതിരെ അധിക താരിഫ് ചുമത്തുന്ന നീക്കത്തിനെതിരെ കർശനമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ട്രംപിന്റെ അമിതാധികാര പ്രയോഗങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുക, കൃത്യമായി പ്രതിരോധിക്കുക എന്ന വ്യക്തമായൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിനെ റിപ്പബ്ലിക്കൻ പാർട്ടി പോലും അതിനെ അനുകൂലിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യവും നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ മുന്നിൽ നിൽക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി. ശരിയായി സർ.